ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു റെസിപ്പിയുമായിട്ടാണ്. അതായത് വീട്ടിലെങ്ങനെ ലൈം തയ്യാറാക്കാം, കൂൾ ബാറിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ നമുക്ക് വീട്ടിലെങ്ങനെ ഒരു ലൈം തയ്യാറാക്കി നോക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതിക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ചെറുനാരങ്ങ ഞാൻ 8 പീസാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ട് കുത്തി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 8 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് കൂൾ ബാറിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഒരു ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ആദ്യം ഫസ്റ്റായിട്ട് ഇടുന്നത് കാഷ്യൂ നട്ട്സ് ആണ്. അതായത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്. ഞാനിതിലേക്ക് തണുത്ത 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് ഐസിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെറുനാരങ്ങ മുറിച്ച് വെച്ച 8 പീസ് ചെറുനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഇട്ടാൽ നമ്മൾ അധിക നേരം ഒന്നും അടിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ശേഷമുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അരിച്ചെടുത്ത ശേഷം മധുരത്തിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം അത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.